എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വാമനാവതാരത്തെക്കുറിച്ച് പറയാം. പണ്ട് അസുരന്മാരും ദേവന്മാരുമായി യുദ്ധം ചെയ്ത് തോറ്റ് പോയിരുന്ന മഹാബലി എന്ന അസുര രാജാവ് ശുക്രമുനിയുടെ അനുഗ്രഹത്താൽ വീണ്ടും ബലവാനായിത്തീരുന്നു. മഹാബലി പിന്നെയും യുദ്ധം ചെയ്ത 3 ലോകവും കീഴടക്കി. ദേവേന്ദ്രനും മറ്റു ദേവന്മാരും മഹാബലിയെ പേടിച്ച് സ്വർഗലോകത്ത് നിന്ന് ഓടി കാടുകളിലും ഗുഹകളിലും ചെന്ന് താമസിച്ചു. 3 ലോകത്തെ ജനങ്ങളും മഹാബലിയെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്ന് മഹാബലി ഒരു ചട്ടവും ഉണ്ടാക്കി. ആ നിയമം തെറ്റിച്ചാൽ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുനിമിത്തം എല്ലാവരും മഹാബലിയെ തന്നെ ആരാധിക്കുവാൻ തുടങ്ങി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ദേവന്മാരുടെ അമ്മയായ അദിതി ദേവി തൻ്റെ ഭർത്താവായ കശ്യപ മുനിയോട് ഇങ്ങനെ പറഞ്ഞു: നാഥ, അദിതി എന്നും ദിതി എന്നും പേരായ 2 ഭാര്യമാരെ അങ്ങ് വിവാഹം കഴിച്ചു. അവരിൽ അദിതിയായ ഞാൻ ദേവന്മാരുടെയും ദിതി അസുരന്മാരുടെയും അമ്മയായി തീർന്നു. എന്നാൽ ഇപ്പോൾ അങ്ങേക്ക് ദിതിയിലാണ് കൂടുതലായ സ്നേഹം. അതുകൊണ്ടാണ് അവളുടെ പുത്രന്മാരായ അസുരന്മാർ എൻ്റെ പുത്രന്മാരായ ദേവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് 3 ലോകവും കീഴടക്കിയിരിക്കുന്നത്. എൻ്റെ പുത്രന്മാരായ ദേവന്മാർ നിലയും വിലയുമില്ലാത്തവരായി എവിടേക്കോ ചെന്ന് വളരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ജീവിക്കുന്നത് അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ. അങ്ങനെ എൻ്റെ പുത്രന്മാരായ ദേവന്മാർ സങ്കടം അനുഭവിക്കുവാനും ദിതിയുടെ മക്കളായ അസുരന്മാർ നല്ല നിലയിൽ വാഴുവാനും കാരണം ദിതിയോടുള്ള അങ്ങയുടെ പക്ഷപാതം തന്നെയാണ്. എൻ്റെ മക്കളായ ദേവന്മാർക്ക് നന്മയുണ്ടാകണമെന്ന് അങ്ങ് വിചാരിച്ചാൽ അവരുടെ സങ്കടമൊക്കെ തീർന്നു പോകുമല്ലോ. അങ്ങനെ അങ്ങ് വിചാരിക്കാതിരിക്കുന്നത് എൻ്റെ ഭാഗ്യദോഷത്താൽ തന്നെയാണ് എന്ന് അദിതി ദേവി വിലപിക്കുകയാണ്. ഇപ്രകാരം പറഞ്ഞത് കേട്ട കശ്യപമുനി പറഞ്ഞു: കാലപ്പിഴ കൊണ്ടാണ് ദേവന്മാർക്ക് ഇപ്പോൾ ഈ വിധത്തിലുള്ള ദുരിതങ്ങൾ നേരിടുന്നത്. നീ 12 ദിവസം സർവേശ്വരനായ മഹാവിഷ്ണുവിനെ ഭക്തിയോടുകൂടി ആരാധിക്കുക. അങ്ങനെ ആരാധിച്ചാൽ ആ ദേവൻ കനിഞ്ഞ് നിൻ്റെ അഭീഷ്ടം സാധിച്ചു തരും. അത് കേട്ട് അദിതി ദേവി 12 ദിവസം വ്രതം അനുഷ്ഠിച്ച് മഹാവിഷ്ണുവിനെ ആരാധിച്ചു. വ്രതം പൂർത്തിയായ സമയം ലക്ഷ്മീപതിയായ ഭഗവാൻ അദിതിയുടെ മുമ്പിൽ പ്രത്യക്ഷനായി ഇങ്ങനെ അരുളി ചെയ്തു: അല്ലയോ ഉത്തമയായ തപസ്വി, നീ വിഷാദിക്കേണ്ട. ഞാൻ നിൻ്റെ പുത്രനായി ജനിച്ച് നിൻ്റെ പുത്രന്മാരായ ദേവന്മാരുടെ സങ്കടം തീർത്ത് അവർക്ക് വേണ്ട വിധത്തിൽ നന്മ പ്രദാനം ചെയ്യാം. ഇപ്രകാരം അരുളി ചെയ്ത് ഭഗവാൻ അവിടെ നിന്നും മറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടി അദിതി കാലം നയിച്ചു തുടങ്ങി. കുറേ കാലം കഴിഞ്ഞപ്പോൾ അദിതി ദേവി ഗർഭം ധരിച്ചു. 10 മാസം കഴിഞ്ഞൊരു പുത്രനെയും പ്രസവിച്ചു. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ദ്വാദശിയും തിരുവോണം നക്ഷത്രവും കൂടിച്ചേർന്ന പുണ്യ ദിവസം നട്ടുച്ചയായപ്പോഴാണ് ഭഗവാൻ അദിതിയുടെ പുത്രനായി അവതരിച്ചത്. ഉത്തമ ലക്ഷണങ്ങളൊക്കെ തികഞ്ഞ പുത്രൻ ജനിച്ചപ്പോൾ അച്ഛനായ കശ്യപനും അമ്മയായ അദിതിയും ആനന്ദം കൊണ്ട് പരവശരായി. അവർ ഭക്തിയോടുകൂടി വിഷ്ണു ഭഗവാനെ സ്തുതിച്ചു. ആ ബാലൻ ക്രമേണ വളർന്നു. കശ്യപൻ ആ പുത്രന് ഉപനയനം നടത്തി. ബ്രഹ്മചാരിയായ ആ ബാലൻ ഒരു ദിവസം അച്ഛനമ്മമാരുടെ അനുമതിയോടുകൂടി പുറപ്പെട്ട് നർമ്മദാനദിയുടെ തീരത്ത് ചെന്ന് അവിടെ മഹാബലി ഒരു വലിയ യാഗം നടത്തുകയായിരുന്നു. ആ ബാലൻ മഹാബലിയുടെ യാഗശാലയിൽ പ്രവേശിച്ചു. തേജസ്വിയായ ആ ബ്രഹ്മചാരിയെ മഹാബലി ബഹുമാനത്തോടുകൂടി സൽക്കരിച്ച് ചോദിച്ചു: അല്ലയോ മുനികുമാര, അങ്ങേക്ക് ഞാൻ സാധിച്ചു തരേണ്ടതായി വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളുക. അങ്ങ് ആഗ്രഹിക്കുന്നത് എന്തു തന്നെയായാലും ആയത് സാധിച്ചു തരുവാൻ ഞാൻ ഒരുക്കമാണ്. അത് കേട്ട് മുനികുമാരൻ പറഞ്ഞു: ബ്രഹ്മചാരിയായ എനിക്ക് നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ സ്വന്തമായി 3 അടി ഭൂമി അങ്ങ് ദാനം ചെയ്താൽ കൊള്ളാം. മഹാബലി പറഞ്ഞു: 3 ലോകത്തിൻ്റെയും ചക്രവർത്തിയായ എൻ്റെ സമീപത്ത് വന്ന് 3 അടി ഭൂമി മാത്രം യാചിക്കുന്ന അങ്ങ് തീരെ
ആലോചനയില്ലാത്തവനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലും ഉപരിയായി എന്തു വേണമെങ്കിലും അങ്ങ് ചോദിച്ചു കൊള്ളുക. അങ്ങയുടെ ഏതഭീഷ്ടവും ഞാൻ നിറവേറ്റിത്തരാം. മുനികുമാരൻ പറഞ്ഞു, രാജേശ്വര, മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. എൻ്റെ കാലുകൊണ്ട് ഞാൻ അളക്കുന്ന 3 അടി ഭൂമി അങ്ങ് തന്നാൽ മതി. ഇത് കേട്ട് മഹാബലി 3 അടി ഭൂമി ദാനം ചെയ്യാമെന്ന് സമ്മതിച്ചു. ആ സന്ദർഭത്തിൽ അസുരന്മാരുടെ ഗുരുനാഥനായ ശുക്രമഹർഷി മഹാബലിയോട് പറഞ്ഞു, അങ്ങയോട് 3 അടി ഭൂമി യാചിക്കുന്ന ഈ മുനികുമാരൻ മായാവിയായ മഹാവിഷ്ണു ആണെന്ന് അങ്ങ് അറിഞ്ഞുകൊള്ളുക. ഇദ്ദേഹം കാലുകൊണ്ട് ഭൂമി അളക്കുവാൻ തുടങ്ങുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരം ആകാശത്തിലും ഭൂമിയിലും എല്ലായിടത്തും വ്യാപിക്കുന്നതാണ്. അങ്ങയിൽ നിന്ന് 3 ലോകവും അപഹരിച്ച് അങ്ങയുടെ ശത്രുക്കളായ ദേവന്മാർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചാണ് ഈ കുട്ടി ഇവിടെ വന്നിരിക്കുന്നത്. മുനികുമാരൻ ആകൃതിയിൽ തീരെ പൊക്കം ഇല്ലാത്തവനാണെന്ന് എല്ലാവരും വിചാരിക്കുന്നു. ആ കാരണത്താൽ വാമനൻ, അതിൻ്റെ അർത്ഥം പൊക്കമില്ലാത്തവൻ എന്ന് ഇദ്ദേഹത്തിന് പേര് സിദ്ധിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ മഹാവിഷ്ണു തന്നെയാണ് മായ കൊണ്ട് വാമനായി അവതരിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് 3 അടി ഭൂമി അങ്ങ് ദാനം ചെയ്യരുത് എന്ന് ഞാൻ അങ്ങയെ ഉപദേശിക്കുന്നു. അത് കേട്ട് മഹാബലി പറഞ്ഞു, മഹർഷേ, എൻ്റെ അടുത്ത് വന്ന് യാചിക്കുന്നവൻ ആര് തന്നെ ആയാലും ആ യാചകൻ ആവശ്യപ്പെടുന്ന ഏതു വസ്തുവും ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. യാചക ജനങ്ങളുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കാൻ മടി കാണിക്കുന്നവൻ്റെ സമ്പത്ത് നശിച്ചു പോകുന്നതാണല്ലോ. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് 3 അടി ഭൂമി യാചിക്കുന്ന ഈ മുനികുമാരൻ ലക്ഷ്മീപതിയായ മഹാവിഷ്ണു തന്നെയാണെന്ന് അങ്ങ് പറഞ്ഞത് കേട്ട് ഞാൻ സന്തോഷിക്കുന്നു. ഇത്രയ്ക്ക് ഉത്തമനായ ഒരു യാചകനെ കിട്ടുക എന്നത് മഹാബലിയായി എനിക്ക് കൈവന്നിരിക്കുന്ന മഹാഭാഗ്യം തന്നെയാണ്. സർവേശ്വരനായ ഭഗവാൻ യാചിക്കുകയാണെങ്കിൽ എൻ്റെ ശരീരം പോലും ദാനം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അങ്ങൻ്റെ ഗുരുനാഥനാണെങ്കിലും ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായത്തിന് വിപരീതമായി ഒന്നും പറയാതിരിക്കുവാൻ അങ്ങയോട് ഞാൻ ആവശ്യപ്പെടുന്നു. ഇപ്രകാരം മഹാബലി പറഞ്ഞത് കേട്ട് ശുക്രമഹർഷി വിഷാദിച്ചു. തൻ്റെ ശിഷ്യനായ മഹാബലിയുടെ സമ്പത്ത് മായാവിയായ വാമനൻ അപഹരിക്കാൻ പോവുകയാണല്ലോ എന്ന് വിചാരിച്ച് ആ അസുരഗുരു സങ്കടപ്പെട്ടു. മഹാബലി വാമനനെ സൽക്കരിച്ച് ഭൂദാനത്തിൻ്റെ ചടങ്ങിനായി ഒരു കിണ്ടിയിൽ വെള്ളമെടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒഴിക്കുവാൻ മുതിർന്നു. അപ്പോൾ ശുക്രമുനി ഒരു വണ്ടിൻ്റെ രൂപമെടുത്ത് ആരും അറിയാതെ ആ കിണ്ടിയുടെ മുളയുടെ ഉള്ളിൽ പ്രവേശിച്ച് പറ്റിപ്പിടിച്ചിരുന്നു. വാമനൻ്റെ കയ്യിൽ വെള്ളമൊഴിക്കാൻ മഹാബലി പരിശ്രമിച്ചു. വെള്ളം വീഴ്ത്തുന്ന ഭാഗത്ത് എന്തോ തടസ്സം നേരിട്ടിരിക്കുകയാണെന്ന് വിചാരിച്ച് മഹാബലി വിഷാദിച്ചു. ആ സന്ദർഭത്തിൽ വാമനൻ ഒരു ദർഭപ്പുല്ലിൻ്റെ അറ്റം കൊണ്ട് ആ കിണ്ടിയുടെ ഒരു ഭാഗത്ത് കുത്തി. അത് നിമിത്തം ശുക്രമുനിയുടെ ഒരു കണ്ണിന് കേടുപറ്റുകയും ചെയ്തു. അതോടുകൂടി വണ്ടിൻ്റെ രൂപത്തിൽ അവിടെ നിന്നിരുന്ന ശുക്രമഹർഷി അവിടുന്ന് മാറി രക്ഷപ്പെട്ടു. മഹാബലി വാമനൻ്റെ കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് സ്വീകരിച്ച വാമനൻ്റെ ശരീരം പെട്ടെന്ന് വളർന്നു. അടുത്ത നിമിഷം ആകാശത്തും ഭൂമിയിലും എല്ലായിടത്തും വാമനൻ്റെ സ്വരൂപം വ്യാപിച്ചു. അദ്ദേഹം ഒരു പാദം കൊണ്ട് ഭൂമിയും 2ാമത്തെ പാദം കൊണ്ട് സ്വർഗവും അളന്നു. 3ാമത്തെ പാദം കൊണ്ടളക്കുവാൻ സ്ഥലം എവിടെയെന്ന് മഹാവിഷ്ണു മഹാബലിയോട് ചോദിച്ചു. അപ്പോൾ മഹാബലി പറഞ്ഞു, അങ്ങയുടെ 3ാമത്തെ പാദം എൻ്റെ ശിരസിൽ വെച്ച് കൊള്ളുക. ഇത് പ്രകാരം മഹാവിഷ്ണു തൻ്റെ 3ാമത്തെ പാദം മഹാബലിയുടെ തലയിൽ വെച്ചു. അപ്പോൾ സകല ദേവന്മാരും അവിടെ വന്ന് ഭഗവാനെ സ്തുതിച്ചു. സർവേശ്വരനായ ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു, മഹാബലേ, ഈ 3 ലോകവും കീഴടക്കിയ നിനക്ക് വലുതായ ഗർവുണ്ടായിരുന്നു. ആ ഗർവ് ശമിപ്പിക്കുവാനും എൻ്റെ ഭക്തന്മാരായ ദേവന്മാരുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കുവാനും വേണ്ടി ഞാൻ വാമനനായി അവതാരം സ്വീകരിച്ചു. യാചകന്മാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ ഒട്ടും മടി കാണിക്കാത്ത നിനക്ക് എല്ലാ നന്മയും ഉണ്ടാകുന്നതാണ്. ഈ ഭൂമിയുടെ അടിയിലുള്ള രസാതലം എന്ന ലോകത്ത് ചെന്ന് നീ സർവ്വസുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ആ ലോകത്തിൻ്റെ അധിപതിയായി വാഴുക. അത് കേട്ട് മഹാബലി സർവേശ്വരനായ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് തൻ്റെ പരിവാരങ്ങളോടുകൂടി രസാതലത്തിൽ പ്രവേശിച്ച് സകല ശ്രേയസ്സുകളും അനുഭവിച്ചു വന്നു. മഹാബലിയിൽ നിന്നും വീണ്ടെടുത്ത സമ്പത്തുകൾ ദേവന്മാർക്ക് കൊടുത്ത് വാമനാവതാരമെടുത്ത ഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷനായി സ്വവാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് എഴുന്നള്ളി.
എല്ലാവർക്കും ഓണാശംസകൾ.